നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഞങ്ങളുടെ നാട്ടിലുള്ള ഒരാളുടെ ഓപ്പറേഷന് സാറ് കഴിഞ്ഞ ദിവസം ഒരു പേപ്പറിൽ ഒപ്പിട്ട് കൊടുത്തില്ലേ? അതുപോലെ എന്റെ കയ്യിൽ ഒരു പേപ്പറുണ്ട്. സാർ അതിലൊന്ന് ഒപ്പിട്ട് തന്നാ മതി. ഇപ്പൊ നിനക്ക് മനസ്സിലായല്ലോ. നീ അമ്മാവന്റെ വിശ്വസ്തനൊക്കെ ആയിരിക്കും, പക്ഷേ നീ ഈ വീട്ടിലെ കൂലിക്കാരനാ. എന്റെ ബർത്ത്ഡേ പാർട്ടി നടത്താൻ അച്ഛൻ സമ്മതിക്കുന്നു. അതിനായി ഷോപ്പിംഗ് നടത്താൻ സമ്മതിക്കുന്നു. ഞാൻ ശരിക്കും വണ്ടറായിരിക്കും അപ്പോ നിന്നെ യാമിനി അമ്മയെ വിളിക്കുന്നു. അമ്മ എന്നെ വിളിക്കുന്നോ? അതോ ഇനി ചേട്ടൻ നുണ പറയുവാണോ? ഞാനെന്തിനാ നിന്നോട് നുണ പറയുന്നേ? സംശയമാണെങ്കിൽ നീ പോയി ചോദിക്ക്. എന്ത് വേണം? നിന്റെ മുഖത്തിപ്പോ എന്നോട് തോന്നുന്ന പുച്ഛം ഞാൻ മാറ്റിത്തരാം ഋതികേ. ഈ വീട്ടിൽ നിന്ന് സംഭവിക്കാൻ പോകുന്നെന്താണെന്ന് നീ കണ്ടോ? എന്നെ പോലീസ് സ്റ്റേഷനിലിട്ട് നീ രക്ഷപ്പെട്ടു. നീയോ ആ രാജുവും ചേർന്ന് എന്നെ ഫൂളാക്കി. നിന്നെ ഞാൻ വെറുതെ വിടുന്ന കരുതിയോടി. വെറും 10 മിനിറ്റ്, 10 മിനിറ്റിന് ശേഷം നീ താഴെ ഹാളിലേക്ക് ഇറങ്ങി വാ. ഈ ദീപക് ആരാണെന്ന് നിനക്ക് ഞാൻ മനസ്സിലാക്കി തരാം. ദൈവമേ, ഇനി എന്ത് പുകലവൻ ഉണ്ടാക്കാൻ പോകുന്ന? ചേട്ടാ, രാവിലെ മുതൽ ഞാൻ നിന്നെ അന്വേഷിക്കുമായിരുന്നു. മില്ലിലെ ജോലികളൊക്കെ നോക്കി ബോറടിക്കുന്നുണ്ടെങ്കിൽ നീ പറയണം. രാഷ്ട്രീയത്തിൽ നിനക്ക് നല്ലൊരു ഭാവി ഞാൻ കാണുന്നുണ്ട്. തൽക്കാലം ഒന്നും വേണ്ട ചേട്ടാ. മില്ലിലും കോയമ്പത്തൂരിലെ ഫാക്ടറിയിലെ കാര്യങ്ങളൊക്കെയായി ഇപ്പൊ തന്നെ നല്ല തിരക്കായി തുടങ്ങി. പിന്നെ ചേട്ടനെ പോലെ പഠിച്ചുകൊണ്ടിരുന്ന കാലം മുതൽ മുന്നിൽ നിന്ന് പൊതുപ്രവർത്തനം നടത്തിയ എക്സ്പീരിയൻസ് ഒന്നും എനിക്കില്ലല്ലോ. അതെന്താടാ നീ അങ്ങനെ പറഞ്ഞത്? മുന്നിൽ നിന്ന് ഞാൻ പൊതുപ്രവർത്തനം നടത്തിയിട്ടുണ്ടെങ്കിൽ അതിനു പിന്നിൽ നിന്നെ പോലുള്ള ഒരുപാട് പേരുടെ കഷ്ടപ്പാടുണ്ടായിട്ടുണ്ട്. അത് ചേട്ടന്റെ വലിയ മനസ്സുകൊണ്ട് ചേട്ടന് തോന്നുന്നതാ. പിന്നിൽ ആരും ഇല്ലായിരുന്നെങ്കിലും മറ്റെവിടെയോ മോശമായ സാഹചര്യത്തിലാണ് ചേട്ടൻ രാഷ്ട്രീയം തുടങ്ങിയിരുന്നെങ്കിലും ചേട്ടനെ ഉയർത്തി തന്നെ എത്തിയനെ. ചേട്ടന്റെ ഈ ചങ്കൂറ്റവും ആത്മവിശ്വാസവും അത് ലക്ഷങ്ങളിലോ കോടികളിലോ ഒരാൾക്ക് മാത്രം കിട്ടുന്നതാ. എന്താ ദീപക്, ആരാ ഈ സ്ത്രീ? എന്തിനാ ഇവര് കരയുന്നത്? അമ്മാവ, ഇവരുടെ മകൻ കുറെ വർഷങ്ങളായിട്ട് അസുഖം വന്ന് കിടപ്പിലാണ്. ഇവർക്ക് പറ്റാവുന്ന രീതിയിലൊക്കെ ഇവരവനെ ചികിത്സിച്ചു. ഇപ്പോ ആ പയ്യന്റെ കണ്ടീഷൻ അല്പം ക്രിട്ടിക്കലാണ്. നമ്മുടെ വീടിന്റെ മുന്നിൽ നിന്ന് സഹായം ചോദിക്കുകയായിരുന്നു. ഞാനാണ് ഇവരെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. അമ്മയുടെ മകൻ ഏത് ആശുപത്രിയിലാ? സിറ്റി ആശുപത്രിയിലാ സാറേ. എന്റെ മകന്റെ ജീവൻ ഇപ്പോ സാറിന്റെ കയ്യിലാ. ഓപ്പറേഷൻ ഉടനെ ചെയ്തില്ലെങ്കിൽ എന്റെ മകൻ അമ്മക്കറിയാതെ. അമ്മയ്ക്ക് എന്ത് സഹായം വേണമെങ്കിലും ഞാൻ ചെയ്തു തരാം. എന്താ അമ്മയുടെ പേര്? എന്റെ പേര് കുമാരി എന്നാണ് സർ. ഞാനൊരു വിധവയാ. എന്റെ മകന്റെ ജീവൻ സാറ് രക്ഷിച്ച 100 പുണ്യം കിട്ടും. ദീപക്, എത്ര രൂപ അവർക്ക് വേണ്ടതെന്ന് ഞാൻ അന്വേഷിക്കും. ശരി അമ്മാവ. സാറേ, എനിക്ക് പണമൊന്നും വേണ്ട. ഞങ്ങളുടെ നാട്ടിലുള്ള ഒരാളുടെ ഓപ്പറേഷന് സാറ് കഴിഞ്ഞ ദിവസം ഒരു പേപ്പറിൽ ഒപ്പിട്ട് കൊടുത്തില്ലേ? അതുപോലെ എന്റെ കയ്യിൽ ഒരു പേപ്പറുണ്ട്. സാർ അതിലൊന്ന് ഒപ്പിട്ട് തന്നാ മതി. അമ്മ എന്താ ഈ പറയുന്നേ? ഞാൻ അങ്ങനെ ആർക്കും ഒപ്പിട്ട് കൊടുത്തിട്ടില്ല. അമ്മയ്ക്ക് ആള് മാറിപ്പോയതായിരിക്കും. അല്ല സാറേ,
സാർ ഒപ്പിട്ട് കൊടുത്ത പേപ്പറുമായി വന്നല്ലേ ആ കുഞ്ഞിന്റെ അച്ഛന്റെ ഓപ്പറേഷൻ നടത്തിയത്. ശ്ശോ. ആ കുഞ്ഞ് എല്ലാരോടും പറയുകയും ചെയ്തു വർമ്മ സാറാ എന്റെ അച്ഛന്റെ ജീവൻ രക്ഷിച്ചെന്ന്. ശേഖര, നീ അമ്മയും കൂട്ടി ആശുപത്രിയിലേക്ക് ചെല്ല്. എത്ര രൂപയിലും കുഴപ്പമില്ല. വേണ്ടത് എന്താന്ന് വെച്ചാൽ ചെയ്യും. അധികം അമ്മേ. അമ്മ വാ, നമുക്ക് ആശുപത്രിയിലേക്ക് പോവാം. ഇവരെന്നെ മനഃപൂർവ്വം കൊടുക്കാൻ നോക്ക്. ആ ഒപ്പിന്റെ കാര്യം ഞാൻ അച്ഛൻ അറിഞ്ഞ. അല്ല, എന്താ അമ്മ ആലോചിക്കുന്നേ? ആ സ്ത്രീ അത്രയ്ക്ക് തറപ്പിച്ച് പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഏതെങ്കിലും റിലീഫ് ഫണ്ട് ഒപ്പിട്ട് നൽകിയതാവണം. പക്ഷെ ഞാൻ എത്ര ആലോചിച്ചിട്ടും അങ്ങനെ ഒരു ധനസഹായത്തിന്റെ അപേക്ഷ ഒപ്പിട്ടതായി എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. അമ്മാവൻ നന്നായിട്ടൊന്ന് ആലോചിച്ച് നോക്കിയേ. എത്ര നന്മകൾ ചെയ്യുന്ന ആളാണ് അമ്മാവൻ. ചിലപ്പോ അമ്മാവൻ മറന്നുപോയതായിരിക്കും. ഇല്ല, ചികിത്സാ സഹായ പദ്ധതിയിൽ ഞാനും ഭാഗമാണെങ്കിലും ഇടയ്ക്ക് ഒരുമിച്ചാണ് അപേക്ഷകൾ വരാറ്. ഏറ്റവും അവസാനം വന്ന അപേക്ഷകൾ ഞാൻ സൈൻ ചെയ്തിട്ട് ഏകദേശം 3 മാസത്തോളം ആകുന്നു. എമർജൻസി ആയിട്ട് വരുന്ന അപേക്ഷകൾ ഞാൻ പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കാറുണ്ട്. അമ്മാവൻ പറഞ്ഞു വരുന്നത് അമ്മാവന്റെ ഒപ്പാര കള്ളയൊപ്പിട്ടെന്നാണോ? അത് ഫോർജറി അല്ലേ? ഏയ്, ആശുപത്രിയുടെ ചികിത്സയ്ക്ക് വേണ്ടി ആരെങ്കിലും ഫോർജറി ചെയ്യോ? എന്തായാലും നീ ഹോസ്പിറ്റലിൽ വിളിച്ചൊന്ന് അന്വേഷിക്കുക. എന്താണ് നടന്നതെന്ന് അറിഞ്ഞിരിക്കാമല്ലോ. ഫോർജറി ആകാനൊന്നും സാധ്യതയില്ല. ആ അമ്മയ്ക്ക് ആള് മാറിയതാവും. ശരി അമ്മാവ, എന്തായാലും ഞാൻ ഹോസ്പിറ്റലിൽ ഒന്ന് വിളിച്ച് അന്വേഷിക്കാം. ശരിയാണ് അമ്മാവ, അടിയന്തര ധനസഹായത്തിന്റെ കീഴിലാണ് അവർക്ക് പണം അനുവദിച്ചിരിക്കുന്നത്. അപേക്ഷയിലുള്ളത് അമ്മാവന്റെ ഒപ്പ് തന്നെയാണ്. ഒപ്പിട്ടിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ചയിലെ ഡേറ്റിലാ. അല്ല, അങ്ങനെ ഒരു അപേക്ഷ ഞാൻ ഒപ്പിട്ടിട്ടില്ലല്ലോ. എന്താണ് ഇവിടെ നടക്കുന്നത്? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.